പ്രൈസ് ലോർഡ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മെശിഹായുടെ സന്ദേശവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. യേശുക്രിസ്തു നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. നമ്മുടെ എത്ര നീണ്ടകാല പ്രശ്നത്തെയും പരിഹാരം നൽകുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളാണ് ഞാൻ നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് എടുക്കുന്നത്. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേത്സ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതേ സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി യേശുവിനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യെരുശലേമിലേക്ക് പോയി. അവിടെ ആട്ടുവാതിൽക്കൽ, ഷീപ്പ് ഗേറ്റ്, ഒത്തിരി വാതിലുകൾ കൊണ്ട് പണിയപ്പെട്ട ഒരു പട്ടണമാണ് യെരുശലേം എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ആട്ടുവാതിൽ, കുപ്പവാതിൽ, അതുപോലെ കെയ്മൽ ഗേറ്റ്, ഒട്ടകത്തിനു വേണ്ടിയുള്ള ഗേറ്റ്, അതുപോലുള്ള ഒത്തിരി ഗേറ്റുകളെ കുറിച്ച് ഒത്തിരി ഗേറ്റുകളാൽ പണിയപ്പെട്ട ഒരു പട്ടണമാണ് യെരുശലേം എന്ന് പഠിക്കാൻ കഴിയും. അപ്പോൾ ഈ ആട്ടുവാതിൽക്കൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് അവിടെ ഈ ബദസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. ഈ കുളം പണിതത് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ശലോമോൻ പണിതതായി നമുക്ക് പഠിക്കാനും കഴിയും. സഭാപ്രസംഗി നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയെ നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു എന്ന് നമ്മൾ സഭാപ്രസംഗിയിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം കുളം ഒഴിപ്പിച്ചതും അത് പണിതതും ജ്ഞാനിയായ ശലോമോനെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബേത്സ കുളത്തിൻ്റെ അടുക്കൽ ഒരു രോഗി കിടപ്പുണ്ട്. 38 ആണ്ട് രോഗിയായ ഒരു മനുഷ്യൻ. അപ്പോൾ 38 ആണ്ട് രോഗിയായി ഇവിടെ കിടക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് 33 തിരുവയസ്സ് വരെയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യൻ ഈ കുളക്കരയിൽ കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിലായിരിക്കുമ്പോഴും ഈ മനുഷ്യനെ കർത്താവായ യേശു കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ കാണുന്നു, യേശു നിങ്ങളെ അറിയുന്നു. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഈ മനുഷ്യനിവിടെ കിടക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു സ്വർഗത്തിൽ വെച്ച് തന്നെ ഈ മനുഷ്യനെ കണ്ടു. ഇവൻ്റെ സാഹചര്യമെല്ലാം യേശു മനസ്സിലാക്കി. അപ്പോൾ യേശു എന്നിട്ടും ഈ മനുഷ്യനെ തേടി ഒരു കർത്താവിൻ്റെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ബൈബിൾ പറയുന്നു 139 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് കർത്താവായ യേശു അറിയുന്നു, നമ്മൾ എഴുന്നേറ്റാൽ കർത്താവായ യേശു അറിയുന്നു, നിരൂപണങ്ങളെ കർത്താവായ യേശുക്രിസ്തു ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു.
അപ്പോൾ നമ്മൾ ഇരുന്നാലും എഴുന്നേറ്റാലും അപ്പോൾ നടന്നാലും ഈ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും യേശുവിൻ്റെ കണ്ണ് കാണുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു അറിയുകയും യേശു കാണുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിനെ മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമാണ്. കർത്താവായ യേശു എല്ലാം നന്നായി അറിയുന്നവനാണ്. യേശു നന്നായി നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ പ്രശ്നത്തെയും കർത്താവായ യേശു അറിയുന്നു. അതെത്ര നീണ്ട കാലത്തെ പ്രശ്നമാണെങ്കിലും കർത്താവായ യേശു ആ പ്രശ്നം അറിയുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ ഇത്ര വർഷമായി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് പ്രാർത്ഥനയൊന്നും ഫലിച്ചില്ലല്ലോ, ഇതുവരെ കാര്യമൊന്നും സാധ്യമായില്ലല്ലോ, കർത്താവ് കേട്ടില്ലയോ, കർത്താവ് ഒരു മറുപടി അയച്ചില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എത്ര നീണ്ട വർഷമായാലും നിങ്ങളുടെ പ്രശ്നത്തിന് നിശ്ചയമായും യേശു പരിഹാരം തരാതിരിക്കില്ല. നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളെ അന്വേഷിച്ച് കർത്താവായ യേശു വരുന്നൊരു നാളുണ്ട്. നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു നാള് കർത്താവ് വച്ചിട്ടുണ്ട്, കർത്താവ് കുറിച്ചിട്ടുണ്ട്. ആ നാളിൽ കർത്താവായ യേശു നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ ഇവിടെ ഈ ബാസ്ത എന്ന കുളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ മുടന്തരും, കുളക്കരയിൽ മുടന്തരുണ്ട്, ക്ഷയരോഗികളുണ്ട്, പക്ഷപാത രോഗികളുണ്ട്, മറ്റ് എല്ലാ ടൈപ്പ് രോഗികളും ഈ കുളക്കരയിലുണ്ട്. അവരെല്ലാം സഹായിക്കാൻ ആളുമുണ്ട്. മറ്റ് രോഗികളെ കൊണ്ടുവന്ന് കുളത്തിലിറക്കാനും സൗഖ്യം പ്രാപിച്ച് കടന്നു പോകാനും ഒക്കെ അതിന് സഹായിയായ ആളുണ്ട്. എന്നാൽ ആരും സഹായമില്ലാത്തൊരുവൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതേ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. കുളം കലക്കിയാൽ ഏത് വ്യാധി പിടിച്ച രോഗിയായാലും ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. കർത്താവിനെ അന്വേഷിച്ച് അതിരാവിലെ ഇറങ്ങുന്നുവെങ്കിൽ കർത്താവിൽ നിന്നും നന്മയും അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയും. ആദ്യം ഏർലി ഇൻ ദ മോർണിംഗ് പ്രാർത്ഥിക്കുന്നതിനായാലും ബൈബിൾ വായിക്കുന്നതിനായാലും ഏറ്റവും പ്രഭാതത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ, പ്രഭാതത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കർത്താവായ യേശു ഉത്തരം നൽകാനിടയാവും. യേശു അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരും. ഇസ്രായേൽ മക്കൾക്ക് മന്ന പൊഴിച്ചു കൊടുത്തു കർത്താവ്. മരുഭൂമിയിലാണ് മന്ന അവർ ഭക്ഷിക്കാനിടയിൽ 40 സംവത്സരം ഇസ്രായേലിന് മന്ന പൊഴിച്ചു കൊടുത്തു. മന്ന പൊഴിയുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അതിരാവിലെ മന്ന പൊഴിയുന്നു. ആ മന്ന പൊഴിയുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടത്തില്ല, ഭൂമിയോട് പറ്റിപ്പോകും. അപ്പോൾ അതിരാവിലെ യേശുവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ, അതിരാവിലെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതിരാവിലെ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ തിരുമുഖം യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ടിടയായിട്ട് തീരും. തർക്കമില്ല. ഇവിടെ ഈ മനുഷ്യൻ ഇങ്ങനെ ഈ കുളക്കരയിൽ കിടക്കുകയാണ്. നീണ്ട വർഷം 38 സംവത്സരം ഇങ്ങനെ ഇവൻ കിടക്കുകയാണ്. അപ്പോൾ ഇവൻ കാണുകയാണ് രോഗികൾ സൗഖ്യം പ്രാപിച്ചു പോകുന്നതെല്ലാം കാണും. ചിലപ്പോൾ നമ്മുടെ സഭകളിലൊക്കെ എങ്ങനെയാണ്, ചിലർ വന്ന് പെട്ടെന്ന് വിടുതൽ പ്രാപിച്ചൊക്കെ പോകും. പക്ഷെങ്കിൽ വിടുതൽ കിട്ടാതെ, നന്മ കിട്ടാതെ, അനുഗ്രഹം കിട്ടാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ വർഷങ്ങളായി പാരമ്പര്യം പറയുന്നവരുണ്ട്. ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് ഇത്ര വർഷമായി, ഞാൻ ചർച്ച പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി, ഞാൻ ദശാംശം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി, ഞാൻ ഒത്തിരി വർഷം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നീണ്ട പ്രാർത്ഥനയൊക്കെ നടത്തുന്നു, പക്ഷെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, എനിക്കൊന്നും ഒരു നന്മയും പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ അത് പരാതി പറയുന്നവരുണ്ട്. ഓർക്കണം, കർത്താവിന് സമയമുണ്ട്. നിങ്ങൾ യേശുവിന് വേണ്ടി നന്മ ചെയ്യുന്നവരാണ്, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. ഓക്കെ, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട് എന്ന് ഓർക്കണം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ മനുഷ്യനെ അറിഞ്ഞു. മറ്റാരും, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല, എന്നാൽ യേശു നിങ്ങളെ അറിയും. നിങ്ങളുടെ ഉറ്റ സ്നേഹിതൻ നിങ്ങളുടെ വിഷയം ചിലപ്പോൾ ആഴമായി ഗ്രഹിച്ചില്ലെന്ന് വരും, അറിഞ്ഞില്ലെന്ന് വരും, എന്നാൽ യേശു നിങ്ങളുടെ വിഷയം അറിയുന്നു. നിങ്ങളുടെ ചർച്ച പാസ്റ്റർ ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അറിയണമെന്നില്ല, എന്നാൽ യേശു നിങ്ങളുടെ വിഷയം അറിയുന്നു. നിങ്ങൾ നോക്കിയേ, ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഇങ്ങനെ കരയാനിടയായി. അവളുടെ വിഷയം ഇതാണ്, സ്വന്തമായൊരു കുഞ്ഞില്ല, അതുകൊണ്ട് അവൾ വസനത്തോടെ ആലയത്തിൽ പോയി കരഞ്ഞു, വേദനപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. ഏലി നോക്കിയപ്പോൾ
ഏലിയുടെ ചിന്ത, ഇവൾ വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുന്നു, വീഞ്ഞു കുടിച്ചിരിക്കുന്നു. ഏലി പറഞ്ഞു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. പക്ഷെങ്കിൽ ഹന്നയുടെ മറുപടി എന്താണ്? അല്ലയോ യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ എൻ്റെ സങ്കടം കർത്താവിനോട് ബോധിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ മനോവേദന, നിങ്ങളുടെ ആ ഭാരം, നിങ്ങളുടെ കണ്ണുനീര് ചിലപ്പോൾ നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, നിങ്ങളുടെ ആ അച്ഛന് വേദന അറിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നിങ്ങളെ അറിയുന്നൊരു കർത്താവ് അവിടെ ആ ഹന്നയുടെ ഉള്ള അവസ്ഥ അറിഞ്ഞൊരു കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. നിങ്ങളുടെ അവസ്ഥയും നേരിട്ടറിയുന്നൊരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു നിങ്ങളെ നന്നായി അറിയുന്നു, നിങ്ങളുടെ വിഷയത്തെ നന്നായി അറിയുന്നു. അത് എത്ര വർഷം നീണ്ടുപോയതെന്ന് വന്നാലും അവിടെയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവായ യേശുവിന് കഴിയുമെന്നുള്ളതിന് തർക്കമേതുമില്ല. ഈ മനുഷ്യൻ കിടക്കുന്നത് യേശു പറഞ്ഞു. ഇങ്ങനെ നീണ്ട വർഷമായി ഇവൻ കുളക്കരയിൽ തന്നെ കിടക്കുകയാണ്. യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? രോഗി യേശു ക്രിസ്തുവിനോട് പറഞ്ഞ മറുപടിയാണ്, എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെയും പരാതി അതായിരിക്കാം. എന്നെ ആരും സഹായിക്കാനില്ല, എൻ്റെ ബന്ധു എന്നെ സഹായിക്കുന്നില്ല, എൻ്റെ അയൽക്കാരെന്നെ സഹായിക്കുന്നില്ല, എൻ്റെ ചർച്ചുകാരെന്നെ സഹായിക്കുന്നില്ല, എൻ്റെ പാസ്റ്റർ എന്നെ സഹായിക്കുന്നില്ല, അത് എൻ്റെ ചർച്ചിലെ അച്ഛൻ എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ കർത്താവായ യേശു ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യമാണ്, എന്നാൽ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശുവിനാൽ സൗഖ്യം പ്രാപിക്കാൻ, യേശു ക്രിസ്തുവിൽ നിന്ന് നന്മ പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശു ക്രിസ്തുവിൽ നിന്ന് ഉയർച്ച പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ ഏത് പ്രശ്നമായാലും നിങ്ങൾക്കൊരു മനസ്സുണ്ടോ വിടുവിക്കപ്പെടാൻ, സൗഖ്യമാകാൻ? നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ വിടുവിക്കാൻ യേശു ശക്തനാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ യേശുവിന് മനസ്സാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ കടഭാരം മാറ്റാൻ യേശുവിന് മനസ്സാണ്. നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ പ്രിയ സഹോദരി, നിങ്ങളുടെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്നും വിടുവിക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. നമ്മുടെ മനസ്സാണ് പലപ്പോഴും നല്ലതല്ലാത്ത മനസ്സ്. എന്നാൽ യേശുവിന് നല്ല മനസ്സാണ്. യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ മനസ്സെങ്ങനെയാണ്? പലതിനെക്കുറിച്ചും വിചാരപ്പെടുന്ന മനസ്സാണോ? മാർത്തയെപ്പോലെ, അതെ മറിയെപ്പോലെ ഇങ്ങനെ കലങ്ങിയും അതേ മനം തകർന്നും അതേ പലതിനെക്കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഉള്ള അവസ്ഥയാണോ? നിങ്ങളുടെ ഹൃദയം തകർന്ന ഒരവസ്ഥയിലാണോ? നിങ്ങൾ വ്യാകുലപ്പെടുന്നവരാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നു? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നു? നിങ്ങളുടെ ഭർത്താവിൻ്റെ അതേ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകാനായി നിങ്ങളൊന്ന് വ്യാകുലപ്പെടുന്നു? നിങ്ങൾ നിരാശപ്പെടുന്നുവോ? പ്രാർത്ഥിക്കുന്നുവോ? നിങ്ങൾ തന്നെ ഒന്ന് അതേ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ യേശുവിന് നിങ്ങളെ രക്ഷിക്കാൻ മനസ്സാണ്. യേശുവിന് നിങ്ങളെ വിട്ടുവയ്ക്കാൻ മനസ്സാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ യേശുവിന് മനസ്സാണ്. ആ മനുഷ്യനോട് കർത്താവ് ചോദിച്ചത്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ രോഗിയുടെ മറുപടി ഇതാണ്, കർത്താവേ, എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. സൗഖ്യം പ്രാപിക്കാനായി എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്. എന്നാൽ മുന്നോട്ട് പോകാനായി ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മുമ്പ് മറ്റൊരുവൻ ഇറങ്ങുന്നു. നിങ്ങൾ നോക്കുമ്പോൾ പലരും അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു, പലരും നന്മ പ്രാപിക്കുന്നു, പലരും ഉയർച്ച പ്രാപിക്കുന്നു. പല കുഞ്ഞുങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ ഉന്നത നിലവാരത്തിലെത്തുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുന്നു. അവർ സർക്കാർ ജോലികൾ പ്രാപിക്കുന്നു. അങ്ങനത്തുള്ള ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും പല കുടുംബങ്ങളും പ്രാപിക്കുന്നു. പക്ഷെങ്കിൽ എനിക്കിതുവരെയും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ മക്കൾ ഒന്നുമില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും.
യേശുവിന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കഴിയും. യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ ഏത് പ്രശ്നത്തിന് പരിഹാരം നൽകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ അടുക്കൽ ഒന്ന് വരാമോ? ഈ മനുഷ്യനെ കർത്താവ് പറഞ്ഞത്, നീ നിന്റെ കിടക്ക എടുത്ത് ഒന്ന് നടക്കാം. യേശു ക്രിസ്തു പറഞ്ഞു, നീ നിന്റെ കിടക്ക എടുത്ത് നീ നടക്ക. അന്ന് ശബത്ത് ദിവസമായിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച്, യഹൂദ നിയമം അനുസരിച്ച് അന്ന് കിടക്ക എടുക്കാൻ പാടുള്ളതല്ല. എന്നാൽ യേശു പറഞ്ഞു, നീ നിന്റെ കിടക്ക എടുത്ത് നടക്ക. നിന്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന വേദനകളെ ഒന്ന് എടുത്തു മുന്നോട്ട് പോകാമോ? വിശ്വാസത്തോടെ ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലത്തെ, ഇന്ന് അനുഭവിക്കുന്ന വേദനയെ, ഇന്ന് അനുഭവിക്കുന്ന കടഭാരത്തെ അത് വിശ്വാസത്തോടെ അത് ഏന്തി മുന്നോട്ട് പോകാമോ? കർത്താവിൻ്റെ വചനം പറയുന്നത്, നിന്റെ ഭാരം ഈ യേശു ക്രിസ്തുവിൻ്റെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. വേദനയോടെ പോകുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വേദനകളും ഭാരങ്ങളും നിങ്ങൾ ചുമന്ന് മുന്നോട്ട് പോകേണ്ടതില്ല. നിങ്ങളുടെ വേദനകൾ ഇറക്കി വെക്കാൻ ഒരിടമാണ് കർത്താവായ യേശുവിൻ്റെ സന്നിധി, യേശുവിൻ്റെ കരം. ആ യേശുവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകും. അതുകൊണ്ട് ഇന്ന് വേദനയോടെ ഭാരത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ഭാരങ്ങളും വേദനകളും ചുമന്നുകൊണ്ട് ദൈനംദിനം മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ആ വേദനകൾ കർത്താവായ യേശുവിൻ്റെ കരങ്ങൾ വച്ചു കൊടുക്കാമോ? യേശു നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കാൻ മതിയായവനാണ്. നിങ്ങളുടെ വേദനകളെ അകറ്റാൻ കർത്താവായ യേശു മതിയായവനാണ്. നിങ്ങളുടെ രോഗത്തെ മാറ്റാൻ കർത്താവായ യേശു മതിയായവനാണ്. കർത്താവായ യേശു നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു. യേശു നമ്മുടെ വേദനകളെ ചുമന്നു. യേശുവിൻ്റെ അടിപ്പിണർ നമ്മുടെ സൗഖ്യമാണ്. യേശുവിൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. യേശു നിങ്ങളെ വിടുവിക്കുന്നു. നിങ്ങളുടെ ഏത് ഭാരവും പ്രയാസവും മാറ്റി നിങ്ങളെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. പ്രശ്നം നീണ്ടുപോയോ എന്ന് ഉള്ളതല്ല. ഏത് പ്രശ്നമാകട്ടെ കർത്താവിന് രക്ഷിക്കാൻ കഴിയും, കർത്താവിന് വിടുവിക്കാൻ കഴിയും. ഏലിയാ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഏലിയാവ് ഒരു വിധവയുടെ അടുക്കൽ കടന്നു പോകുന്നു. അവള് ഇങ്ങനെ പറയാൻ, 2 വിറക് പറക്കിയിട്ട് എൻ്റെ കലത്തിൽ ഒരല്പം മാവുണ്ട്, ഭരണിയിൽ ഒരല്പം എണ്ണയുണ്ട്, ഞാനും മകനും കൂടെ അതൊന്ന് ക്ലിയർ ചെയ്ത് ഭക്ഷിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കും. അപ്പോൾ മരിക്കാനിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അടുക്കലാണ് ഏലിയാവിനെ ദൈവം അയക്കുന്നത്. മരിക്കാൻ പോകുന്ന ഒരു കുടുംബത്തിൻ്റെ അടുക്കൽ ഏലിയാവിനെ അയക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, പല വിധവന്മാരും ഇസ്രായേലിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ഏലിയാ പ്രവാചകൻ കടന്നുപോയത്, ഏലിയാവിനെ അയച്ചത് ആ വിധവയുടെ അടുക്കലാണ്. അപ്പോൾ ആ സ്ഥലം ഇന്ന് സുഡാനാണ്. സുഡാൻ ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. 2 കമാൻഡർമാർ നമ്മളുടെ പകയാണ്. അവിടെ യുദ്ധം നടക്കുന്നു. സ്വന്തം രാജ്യത്തിൽ പരസ്പരം യുദ്ധം ചെയ്ത് ആൾക്കാരെ വഹവരുത്തുന്നു, കൊലപ്പെടുത്തുന്നു. ആ രാജ്യം ദരിദ്രത്തിലാണ്. ഒരുപാട് പേർ നാടുവിട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഭക്ഷണമില്ലാതെ ആ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സുഡാനുള്ളത്. സുഡാനിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഈ വിധവയും പാർത്തിരുന്ന ഈ സ്ഥലമെന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വിധവയുടെ അടുക്കൽ കർത്താവ് ഏലിയാവിനെ അയച്ചു. ആ കുടുംബം മരിക്കാനായിട്ടിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും നശിച്ചു. ക്ഷാമം ദേശത്ത് കുടിയൊത്തി വാഴുകയാണ്. ഒരു രക്ഷയുമില്ല. അവിടെയാണ് ഏലിയാവിനെ അയച്ചു. ഏലിയാവ് പറഞ്ഞു, നീ ആദ്യം വെള്ളം ചോദിച്ചു, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞു, നീ ഒരു അട കൂടെ ഉണ്ടാക്കി കൊണ്ടുവരിക. യജമാനെ ആകെ ഒന്നേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെയാണ് കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ, ഇല്ലായ്മയിൽ നിന്നും കർത്താവിന് വേണ്ടി കൊടുത്തു തുടങ്ങിയാൽ നമ്മളെ അനുഗ്രഹിക്കുന്നവനായ ഒരു കർത്താവ്. ഒരു കാലഘട്ടത്തിൽ സുവിശേഷ വിളി ഉണ്ടായപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. ഞാൻ പലരിൽ നിന്നും കടം വാങ്ങിക്കൊണ്ട് ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനായി പോയി, സുവിശേഷം പറയാനായി പോയി. അന്നെൻ്റെ കയ്യിൽ ഒരു കാശുമില്ല. കടം വാങ്ങിക്കൊണ്ട് പോയ ഒരാളാണ് ഞാൻ. എന്നാൽ യേശു ക്രിസ്തു എൻ്റെ കടക്കാരനല്ല. യേശു ക്രിസ്തു ആരുടെയും കടക്കാരനല്ല. യേശു നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുന്നവനാണ്.
ആ വിധവയോട് ഏലിയാവ് പറഞ്ഞത്, നീ പോകാ, അതെ, നീ ആദ്യം ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരിക. അതെ, അതുപോലെ തന്നെ ഏലിയാവ് പറഞ്ഞതുപോലെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ വിധവ അതനുസരിക്കാനിടയായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ആ കൽപ്പന കേട്ട് കർത്താവ് പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടെയാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ അടയുണ്ടാക്കി കൊണ്ട് ആടുകയിൽ ഏലിയാവിന് കൊടുത്തു, വെള്ളവും കൊടുത്തു. ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകുകയില്ല, നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ കർത്താവിനെ അനുസരിക്കാൻ തയ്യാറായാൽ ദാരിദ്ര്യം മാറിപ്പോകും. യേശുവിനെ നീ അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ ദാരിദ്ര്യം അകന്നു പോകും. യേശുവിനെ നീ അനുസരിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകും. എല്ലാ ദാരിദ്ര്യവും മാറിപ്പോകും. യേശുവിനെ അനുസരിച്ചാൽ മതി, യേശു പറഞ്ഞതുപോലെ കേട്ടാൽ മതി. എനിക്കാരുമില്ല എന്ന് ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന വിധവ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വളരെ വേദനയോടെ ഭാരത്തോടെ ആയിരുന്ന വിധവയുടെ അടുക്കൽ പ്രവാചകൻ കടന്നുപോയപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഭരണിയിൽ എണ്ണ കുറയത്തില്ല, നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരും. അതെ, അത് പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുവെങ്കിൽ ദേശത്ത് ആ കുടികുത്തിയ വാഴുന്ന ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോഴും ആ കുടുംബം സമർത്ഥമായി പുലർത്തപ്പെട്ടുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഏതു സാഹചര്യത്തിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, എനിക്കാരുമില്ല എന്ന് ആ രോഗി യേശുവിനോട് പറഞ്ഞതുപോലെ, എൻ്റെ ജീവിതത്തിൽ എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ മരണത്തെ മുഖാമുഖമായി കാണുന്നു, ജീവിതം അത് നിരാശയിലാണ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളെ രക്ഷിക്കുന്നവനാണ് കർത്താവ്, നിങ്ങളെ വിടുവിക്കുന്നവനാണ്. 38 ആണ്ട് പ്രതീക്ഷ അറ്റവനായി ജീവിതത്തിൽ നിരാശയോടെ ഭാരത്തോടെ ഇനി എനിക്കൊരു എഴുന്നേൽപ്പുണ്ടാകത്തില്ല, ഞാൻ ഇവിടെ കിടന്ന് തന്നെ മരിക്കുമെന്നുള്ള ആ നിലയിൽ 38 ആണ്ടുകൾ കിടന്ന മനുഷ്യനെ അവൻ്റെ പ്രത്യാശയെല്ലാം നശിച്ചു, അവൻ്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. എന്നാൽ അവിടെ യേശു വന്നു, യേശു അവനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയും, നിങ്ങളെ സഹായിക്കാൻ കഴിയും, നിങ്ങളെ വിടുവിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ആ പ്രശ്നത്തേക്കാൾ യേശു ക്രിസ്തു വലിയവനാണ്, യേശു ഉന്നതനാണ്, യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്തു. വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവരെ അനുഗ്രഹിക്കണമേ. അവരെ പ്രശ്നങ്ങൾ എത്ര നീണ്ടതായാലും എത്ര വലിയതായാലും യേശുവിന് അവരെ വിടുവിക്കാൻ കഴിയും, യേശുവിന് അവരെ രക്ഷിക്കാൻ കഴിയും. കർത്താവ് അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, അവരുടെ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, എല്ലാ ഭാരങ്ങളും മാറ്റണമേ, എല്ലാ രോഗങ്ങളും നീക്കണമേ. യേശു അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമേ. അവരെ ഏത് പ്രശ്നമായാലും കർത്താവായ യേശു അവരെ വിടുവിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. രോഗികളെ സൗഖ്യമാക്കണേ കർത്താവേ. ഭാരങ്ങൾ, കടഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ, എല്ലാ ദാരിദ്ര്യങ്ങളും അകന്നു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ടവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കുവാനായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഗാഡ് ബ്ലസ് യു.